നമ്മൾ ഈ ക്രോഷ്യ ചെയ്യുമ്പോഴേ അതിനൊരു പാറ്റേൺ ഉണ്ട്. സോ ഞാൻ പാറ്റേൺ എഴുതി വെക്കുന്നത് ഒരു ചെറിയൊരു നോട്ട്ബുക്കിലാണ്. സോ അതിന്റെ പേജ് ഭയങ്കര തിന്ന. സോ അത് കീറി പോകാനുള്ള ചാൻസസ് എല്ലാം ഓൾറെഡി കുറെ കീറിപ്പോയി. സോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഡയറി വാങ്ങാം. കുറച്ച് ആസ്തറ്റിക് ആയ പോലത്തെ അതാകുമ്പോൾ നമുക്കൊരു എഴുതാനും അത് യൂസ് ചെയ്യാൻ തോന്നുന്നു. സോ അങ്ങനെ ഞാൻ കുറേ സ്ക്രോൾ ചെയ്ത് എനിക്ക് ഡയറി കിട്ടി. പക്ഷെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക്. പിന്നെ ഞാൻ വേറെ നോക്കി വേറൊരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് ഓർഡർ ചെയ്തു. സോ സാധനം ഇന്ന് എന്റെ കയ്യിലുണ്ട്. നമുക്ക് അന്ന് അൺബോക്സ് ചെയ്താലോ? സോ ഇന്നൊരു അൺബോക്സിംഗ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ പാക്കേജ്. ഞാൻ ഓർഡർ ചെയ്ത മീഷോ ആണ്. ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്തോ. സോ ഇതാണ് ഡയറി. ഓക്കെ, കാണാൻ കൊള്ളാം അല്ലേ? പക്ഷെ ഇതിന്റെ പിക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കേട്ടോ വാങ്ങിയത്. ഇതിന്റെ ലോക്കും കൊള്ളാം. ഒരു വെറൈറ്റി ലോക്ക്. തിക്നെസ് ഉണ്ട് പേജിന്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒട്ടും ലെങ്തേ ഇല്ല. ചെറിയതാണ്. സാധാരണ ക്രോഷയുടെ പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ച് ലോങ് പാറ്റേൺ ആയിരിക്കും. നിങ്ങൾ കാണുന്ന സാധനം ചെറുതാണെങ്കിലും അതിന്റെ പാറ്റേൺ എഴുതിയായിരുന്നു ഓൾമോസ്റ്റ് ഒരു ഇത്ര ഇതിന്റെ ഈ ഡയറിയുടെ 2 ലെങ്ത് വരും. ഒരു പേജ് ആണ് ഇതിന് ബിലോ 150 ആണെന്ന് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തത്. ഡയറി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കമന്റ് ചെയ്യണം. ഇതിന്റെ ലിങ്ക് ആർക്കും വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. ഞാൻ ലിങ്ക് അയക്കാം.